മാത്തമാറ്റിക്സിലെ അത്ഭുതകരവും എന്നാൽ സിമ്പിളുമായ ഒരു സീക്വൻസ് ആണ് ഫിബനാച്ചി സീക്വൻസ്. നമ്മുടെ ഈവൻ നമ്പർ സീക്വൻസ്, ഓഡ് നമ്പർ സീക്വൻസ് ഒക്കെ പോലെ കുറേ നമ്പേഴ്സിന്റെ ഒരു കൂട്ടം. ഈ സീക്വൻസിലെ ഓരോ അക്കങ്ങളും ആ അക്കങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള രണ്ടക്കങ്ങൾ കൂട്ടുന്നതിന്റെ ഫലമായിരിക്കും. അങ്ങനെയാണ് ഈ സീക്വൻസ് എഴുതുക. ഇപ്പോൾ 0-ൽ നിന്നും 1-ൽ നിന്നിട്ടും ആരംഭിച്ചാൽ അടുത്ത സീക്വൻസിലെ അക്കം 0-ഉം 1-ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 1 ആയിരിക്കും. അടുത്തത് 1-ഉം 1-ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 2, അടുത്തത് 1-ഉം 2-ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 3. ഇങ്ങനെയാണത് പോകുന്നത്. ഈ ഫിബനാച്ചി സീക്വൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്പേഴ്സാണ് ഫിബനാച്ചി നമ്പേഴ്സ്. ഫിബനാച്ചി എന്ന വിളിപ്പേരുണ്ടായിരുന്ന റിപ്പബ്ലിക് ഓഫ് പെസയിലെ ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞൻ ആയ ലിയനാർഡോ ബൊണാച്ചിയുടെ പേരിലാണ് ഈ സീക്വൻസ് അറിയപ്പെടുന്നത്. ഫിബനാച്ചി സീക്വൻസ് ആദ്യമായി യൂറോപ്യൻ രാജ്യങ്ങൾ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ 1202-ലെ ലിബർ അബാക്കി ദ ബുക്ക് ഓഫ് കാൽക്കുലേഷൻ എന്ന പുസ്തകത്തിൽ നിന്നാണ്. ഈ പുസ്തകത്തിൽ മുയലുകളുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ എക്സാമ്പിൾ ആക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ സീക്വൻസിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ്, പക്ഷേ ഇമ്പോർട്ടൻറ്റുമാണ്, അതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഇങ്ങനെയാണ് ആ മുയലുകളുടെ പ്രോബ്ലം. ഇമാജിൻ ഒരാൾ ഒരു ഗ്രൗണ്ടിൽ ഒരു പെയർ റാബിറ്റിനെ കൊണ്ടുവച്ചു. ഒരു പെയറിൽ ഒരു മെയിലും ഒരു ഫീമെയിലുമാണുള്ളത്. 1 മാസമാകുമ്പോൾ റാബിറ്റ് പെയർ മെയ്റ്റ് ചെയ്യും. മെയ്റ്റ് ചെയ്ത് 1 മാസം കഴിയുമ്പം പെയറിലെ ഫീമെയിൽ റാബിറ്റ് ഒരു പെയർ റാബിറ്റിനെ പ്രസവിക്കും. ഈ റാബിറ്റ് പെയറും 1 മന്തിൽ മെയ്റ്റ് ചെയ്യും. അടുത്ത മാസം ഒരു പെയർ റാബിറ്റിനെ പ്രസവിക്കും. ഈ പ്രോബ്ലമിലെ 2 ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് ആണ്. 1, ഈ ഗ്രൗണ്ടിലെ റാബിറ്റുകൾ ഒരിക്കലും മരിക്കാറില്ല. 2, എല്ലാ തവണ ഫീമെയിൽ റാബിറ്റ് പെയറായിട്ട് ഒരു മെയിലിനെയും ഒരു ഫീമെയിലിനെയും തന്നെ പ്രസവിക്കും. ഈ സിനാരിയോയിൽ നിന്ന് ഫിബനാച്ചി ചോദിച്ച പസിലായിരുന്നു 1 വർഷം കഴിയുമ്പോൾ എത്ര പെയർ ഓഫ് റാബിറ്റ്സ് ഈ ഗ്രൗണ്ടിൽ ഉണ്ടാവും. സപ്പോസ് ഓരോ മാസത്തിന് n എന്നും ആ ഒരു മാസത്തിൽ ഗ്രൗണ്ടിലുള്ള റാബിറ്റുകളുടെ പെയറിൻ്റെ എണ്ണം FN ആയിട്ടും എടുക്കാം. ആദ്യത്തെ മാസം ജാനുവരിയിൽ ഗ്രൗണ്ടിൽ ഒരു പെയർ ബേബി റാബിറ്റിനെ കൊണ്ടിട്ടു. n=1, FN=1. അടുത്ത മാസം ഫെബ്രുവരിയിൽ ഈ റാബിറ്റ് പെയർ മെയ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ n=2, FN=1. മാർച്ചിൽ ഈ റാബിറ്റ് പെയർ പുതിയ പെയറിനെ പ്രസവിച്ചു. ഇപ്പോൾ ഗ്രൗണ്ടിൽ അഡൾട്ട് റാബിറ്റ് പെയറും അതിൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് കുട്ടി പെയറുമാണ് ഉള്ളത്. n=3, FN=2. ഇനി ഈ അഡൾട്ട് റാബിറ്റ് പെയറിന് എല്ലാ മാസവും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഏപ്രിൽ മാസത്തിൽ ആദ്യത്തെ പെയർ രണ്ടാമതായും പ്രസവിച്ച് ഒരു ബേബി പെയറിനെ നൽകി. കഴിഞ്ഞ മാസം പ്രസവിച്ച ബേബി പെയർ ഇപ്പം മെയ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഗ്രൗണ്ടിലുള്ളത് ആദ്യം കൊണ്ടിട്ട അഡൾട്ട്, അതിൻ്റെ ഫസ്റ്റ് സെറ്റ് ബേബി, സെക്കൻഡ് സെറ്റ് ബേബീസ്. n=4, FN=3. മെയ് മാസത്തിൽ ആദ്യത്തെ പെയർ വീണ്ടും പ്രസവിച്ചു. ഇവരുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ബേബി പെയറും പ്രസവിക്കും. സെക്കൻഡ് സെറ്റ് മെയ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഗ്രൗണ്ടിൽ ഫസ്റ്റ് ഗ്രൗണ്ടിലിട്ട പെയർ, അതിൻ്റെ 3 പെയർ കുട്ടികൾ, ഫസ്റ്റ് പെയർ കുട്ടികളുടെ കുട്ടിയും, അങ്ങനെ മൊത്തം 5 പെയർ റാബിറ്റുകളുണ്ട്. n=5-ൽ FN=5. ഇത്രയും മതി. ഇതിൽ നിന്ന് നമുക്ക് സീക്വൻസ് എഴുതാം. 1, 1, 2, 3, 5. നോക്കിയാൽ അറിയാം, സീക്വൻസിലെ തൊട്ട് മുമ്പുള്ള 2 വാല്യൂസിനെ ആഡ് ചെയ്താൽ കറണ്ട് വാല്യൂവിനെ കണ്ടുപിടിക്കാൻ പറ്റും. 1 + 1 2, 2 + 1 3, 3 + 2 5. അപ്പോൾ അടുത്തത് എന്തായാലും 5 + 3 8. ഇതുപോലെ 1 വർഷം കഴിയുമ്പോൾ, അതായത് 13-ാം മാസം എത്ര റാബിറ്റ് പെയേഴ്സ് കാണും? ഇതാണ് ഫിബനാച്ചിയുടെ പസിൽ. നോക്കാം. 1, 1, 2, 3, 5, 8, 13, 21, 34, 55, 89, 144, 233. സോ 13-ാം മാസം 233 പെയർ റാബിറ്റ് ഗ്രൗണ്ടിൽ കാണും. പക്ഷേ ഈ റാബിറ്റ് പ്രോബ്ലമിലുള്ള പോലെ 1-ൽ നിന്ന് ഫിബനാച്ചി സീക്വൻസ് തുടങ്ങുന്നത് വിരളമാണ്. സാധാരണ 0, 1, 1 എന്നാണ് ഫിബനാച്ചി സീക്വൻസ് തുടങ്ങുന്നത്. ഓരോ നമ്പറും ഇതുപോലെ കണ്ടുപിടിച്ച് ഇൻഫൈനൈറ്റായി ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്യും. ഇനി ഈ സീക്വൻസ് അറിയപ്പെടുന്നത് ഫിബനാച്ചി എന്ന ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ്റെ പേരിലാണെങ്കിലും ആദ്യമായി ഈ അക്കങ്ങളെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത് 5th സെഞ്ച്വറി BCക്കും 2nd സെഞ്ച്വറി ADക്കും ഇടയിലായി ഇന്ത്യൻ കവിയും ഗണിതശാസ്ത്രജ്ഞനുമായ പിങ്കളയാണ്.
ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട വേദങ്ങളിൽ അറിവുണ്ടായിരുന്ന അദ്ദേഹം വേദങ്ങൾ എഴുതപ്പെട്ടിട്ട് ഉള്ള മീറ്റർ, അതായത് വരികൾ എഴുതിയിരിക്കുന്ന ഋതമിനെ പറ്റിയുള്ള നിരീക്ഷണത്തിലായിരുന്നു. മിക്ക ഇന്ത്യൻ ഭാഷകളിലും ദീർഘസ്വരങ്ങൾ അഥവാ നീട്ടമുള്ളതും ലഘുസ്വരങ്ങൾ നീട്ടം കുറഞ്ഞതുമായ അക്ഷരങ്ങളുണ്ടായിരുന്നു. ഇത് രണ്ടും കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് എഴുതുന്നത് ആയിരുന്നു പുരാതന സംസ്കൃത പദ്യങ്ങൾ. ഇവയെപ്പറ്റി ഛന്ദശാസ്ത്ര സയൻസ് ഓഫ് മീറ്റേഴ്സ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. കവിതയിലെയും വേദങ്ങളിലെയും മീറ്ററിനെ പറ്റി പഠിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചറിഞ്ഞ മറ്റ് പ്രധാന കോൺസെപ്റ്റുകൾ കൂടി ഈ ഛന്ദശാസ്ത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലാണ് ഈ ഫിബൊനാച്ചി സീക്വൻസും വരുന്നത്. ഛന്ദശാസ്ത്ര എന്ന ഈ പുസ്തകത്തിൽ 8 ചാപ്റ്ററുകളിലായി 315 സൂത്രങ്ങളുണ്ട്. ബൈനറി നമ്പർ സിസ്റ്റം, പാസ്കൽസ് ട്രയാങ്കിൾ, ബൈനോമിയൽ എക്സ്പാൻഷൻ, ഫിബൊനാച്ചി സീരീസ്, ഇതിൻ്റെ എല്ലാം കോൺസെപ്റ്റുകളും ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. 10th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഹലായുധ എന്ന ശാസ്ത്രജ്ഞനാണ് പിംഗളയുടെ സൂത്രങ്ങളിൽ പറഞ്ഞ കോൺസെപ്റ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിലാദ്യം പാസ്കൽ ട്രയാങ്കിളിൻ്റെ രൂപവും അതിൽ നിന്ന് ഫിബൊനാച്ചി സീരീസിൻ്റെ കോൺസെപ്റ്റും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പാസ്കൽസ് ട്രയാങ്കിളിനെ പിംഗള മേരുപ്രസ്ഥാര എന്നും ഫിബൊനാച്ചി സീരീസിനെ മാത്രമേരു എന്നാണ് വിളിച്ചിരുന്നത്. സോ ഫിബൊനാച്ചി സീക്വൻസ് മനസ്സിലാക്കാൻ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഫിബൊനാച്ചി സ്പൈറൽ. ഈ ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഭയങ്കര വൈറലായിരുന്നു. ഒരു സീക്വൻസ് ഇങ്ങനെ ആവുമെന്ന് സംശയിക്കുന്നുണ്ടാവും, ബട്ട് രണ്ടും ഒന്ന് തന്നെയാണ്. 1നെ സൈഡാക്കിക്കൊണ്ട്, അതായത് 1 സെൻറ്റിമീറ്ററിനെ സൈഡാക്കിക്കൊണ്ട് ഒരു സ്ക്വയർ വരച്ചു. സീക്വൻസിലെ അടുത്ത നമ്പറും 1 ആയതിനാൽ 1 സെൻറ്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ കൂടി വരച്ചു. ഇനി നെക്സ്റ്റ് നമ്പർ 2, അപ്പോൾ 2 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ, പക്ഷെ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വരയ്ക്കാതെ ഒരു സീക്വൻസ് ആയതുകൊണ്ട് ഇതിനോട് ചേർത്ത് തന്നെ വരച്ചു. സോ ചേർന്നിരിക്കുന്ന അതേ പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത നമ്പർ 3, അതും ഇവിടെ ഉണ്ട്. അത് വരച്ചു കഴിഞ്ഞാൽ 5, അതും ഇവിടെ ഉണ്ട്. ആൻഡ് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആർക്ക് കൂടെ വരച്ചാൽ വി ഗെറ്റ് ദ ഫിബൊനാച്ചി സ്പൈറൽ. ഫിബൊനാച്ചി നമ്പേഴ്സിന് അല്ലെങ്കിൽ അതിൻ്റെ സീക്വൻസിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റിലും പ്രകൃതിയിലുണ്ട്. ഉദാഹരണമായി ചില പൂവുകളുടെ ഇതളുകളുടെ എണ്ണം ഫിബൊനാച്ചി നമ്പേഴ്സ് ആയേക്കാം. ഫിബൊനാച്ചി സ്പൈറൽ പോലുള്ള പാറ്റേൺസ് ഇതളുകളിലും ഒക്കെ കണ്ടേക്കാം. അത് പക്ഷേ ഒരുപാട് പാറ്റേണുകളിൽ ഒന്ന് മാത്രമാണ്. മാത്തമാറ്റിക്സിൻ്റെ ഇതുപോലുള്ള പല പാറ്റേൺസ് നമുക്ക് നേച്ചറിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അത് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം.